മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചിരിക്കുന്നു. ലമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം ചടങ്ങുകളൊക്കെ നാളെ നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. എം കെ ഷുക്കൂർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, പല അഭിമുഖത്തിലും മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയോടൊപ്പമുള്ള അഭിമുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ എന്ന വ്യക്തിയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. തീർച്ചയായും മോഹൻലാൽ വളരെ സ്പിരിച്വലായി അഭിനയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമെല്ലാം വളരെ സ്പിരിച്വൽ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. ആ അർത്ഥത്തിൽ മോഹൻലാൽ വളരെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചാണ്. ആ അമ്മ അദ്ദേഹത്തിന് ജീവിതത്തിൽ പകർന്ന പലതരം മൂല്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ അമ്മയോടൊപ്പം കഴിയുന്ന സമയത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വൈകാരികമായും അതുപോലെ തന്നെ ചിന്താതീക്ഷ്ണമായും പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളിക്ക് ശാന്തകുമാരി അമ്മ വളരെ പരിചിതയായ ഒരു സ്ത്രീയായി മാറുന്നത്. മോഹൻലാലിന്റെ അമ്മ എന്നുള്ളത് മോഹൻലാൽ പൊതു ഇടങ്ങളിൽ പലപ്പോഴും അവരെ കുറിച്ച് പറഞ്ഞ് ഒരു ചിത്രം പൊതുസമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് അമ്മയുടെ മരണം മലയാളിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു മരണമായി മാറുന്നത്. ഒരുപക്ഷെ വാർത്താ മാധ്യമങ്ങൾ മോഹൻലാലിനോളം അതിനെ ശ്രദ്ധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും അവരുടെ മരണം അറിഞ്ഞ് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അവരുടെ ഇളമക്കരയിലെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും എന്തായാലും എത്തും. നാളെയാണ് നിലവിൽ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. കുറെ നാളുകളായി വയ്യാതെ ചികിത്സയിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും 10 വർഷം മുമ്പാണ് അവർക്ക് പക്ഷാഘാതം ബാധിച്ച് അവർ കിടപ്പിലാകുന്നത്. പിന്നീട് സാധാരണ രീതിയിൽ സംസാരിക്കാനോ അങ്ങനെയുള്ള ശരീര ചലനങ്ങളോ ഒന്നും അവർക്ക് സാധ്യമായിരുന്നില്ല. അതിലുള്ള പ്രയാസവും മനോവിഷമവും പലപ്പോഴും മോഹൻലാൽ പൊതു അഭിമുഖങ്ങളിലും മറ്റും പറയാറുണ്ട്. അമ്മ എന്ന ഒരു അനുഭവത്തെക്കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃപ്രയാറിൽ ഒരു 4-5 വർഷം മുമ്പ് നടന്ന അമ്മമാർക്ക് ആദരമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ മോഹൻലാൽ ദീർഘനേരം ഇരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അബ്ദുസമദ് സമദാനിയുടെ ഒരു പ്രസംഗം അമ്മയെക്കുറിച്ച് വളരെ വൈകാരികമായ ഒരു പ്രസംഗമായിരുന്നു അത്. അത് മോഹൻലാൽ ഒരുപക്ഷെ തന്റെ അമ്മയെ കൺമുന്നിൽ കണ്ടെന്ന പോലെ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ അർത്ഥത്തിൽ അമ്മ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും മോഹൻലാൽ കൊണ്ടു നടന്ന സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ മോഹൻലാൽ അമ്മയെ സ്നേഹിക്കുന്നവർ മോഹൻലാലിനെ കണ്ടുപിടിക്കണം എന്നെല്ലാം ചിലരെങ്കിലും പറയുന്ന രീതിയിൽ മോഹൻലാലിനെ ആ അർത്ഥത്തിൽ മാതൃകയാക്കണമെന്ന് പറയുകയുമെല്ലാം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ അർത്ഥത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും മോഹൻലാൽ വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നത് ശാന്തകുമാരി അമ്മയെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആ അർത്ഥത്തിൽ ശാന്തകുമാരി അമ്മ എന്നത് മലയാളത്തിൽ ഒരുപക്ഷെ ഏറെ ആഘോഷിക്കപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു അമ്മയാണ്. അത് മോഹൻലാലിന്റെ അമ്മ എന്ന രീതിയിൽ മാത്രമല്ല, മോഹൻലാൽ അവരെ ആ അർത്ഥത്തിൽ മലയാളിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പല അഭിമുഖങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ തന്നെ അമ്മയോട് എത്രത്തോളം ഇഴുകിച്ചേർന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മോഹൻലാൽ. തീർച്ചയായും മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ അമ്മ എന്നുള്ളത് ഒരു വ്യക്തിയുടെയും വളരെ സ്വകാര്യമായ അനുഭവമാണ്. ഒപ്പം തന്നെ പറഞ്ഞറിയിക്കാനാത്ത ഒരു ബന്ധം ഓരോ വ്യക്തിക്കും അവരുടെ അമ്മയുമായി ഉണ്ടാകും. അതെങ്ങനെ സമൂഹത്തോട് സംസാരിക്കുന്നു അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ പൊതു ഇടത്തിൽ അമ്മയെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് വളരെ വൈകാരികവും അർത്ഥ മൂല്യമുള്ളതുമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരുപക്ഷെ കേൾവിക്കാർക്ക് അത്യന്തം ആസ്വാദികരമായ രീതിയിൽ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. ലോകത്ത് ആരെങ്കിലും അമ്മയെക്കുറിച്ച് പറയുന്നത് മോഹൻലാൽ തൊട്ടടുത്തിരുന്ന് സാഗൂതം നിരീക്ഷിക്കുന്നതും പലപ്പോഴും പലതരത്തിൽ ജനങ്ങൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു വൈകാരിക അനുഭവത്തെയും ആ ഒരു വ്യക്തി അനുഭവത്തെയും എപ്പോഴും ആഘോഷിക്കാൻ മോഹൻലാൽ തയ്യാറായിരുന്നു. ഒരുപക്ഷെ മോഹൻലാലിന് അമ്മയുടെ മൂല്യം അത്രമേൽ ബോധ്യപ്പെടുകയും അത്രമേൽ അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. എല്ലാ വ്യക്തികൾക്കും അമ്മയുമായിട്ടുള്ള ഒരു അനുഭൂതി എല്ലാം ഉണ്ടെങ്കിൽ പോലും അതുപോലെ എല്ലാവരും പ്രകടിപ്പിക്കണമെന്നില്ല. പക്ഷെ മോഹൻലാൽ വളരെ ഒരു ആത്മീയമായ തലത്തിലേക്ക് തന്നെ അമ്മ എന്ന അനുഭവത്തെ എപ്പോഴും പറയുകയും ആ അർത്ഥത്തിൽ പ്രതികരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരുമായി ബന്ധപ്പെട്ട ഏത് പരിപാടികളിലും മോഹൻലാൽ പങ്കെടുക്കുന്നതും ആ ഒരു വൈകാരിക അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അമ്മ എന്ന ഒരുപക്ഷെ
മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലും അത് വളരെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോഴും മോഹൻലാൽ അമ്മയെ എങ്ങനെയാണ് ഒരു ചിത്രം എന്ന രീതിയിൽ, ഒരു അനുഭവം എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ വരച്ചു വെച്ചത് എന്നത് കൂടി ചേർത്തായിരിക്കും ആളുകൾ അതിനെ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ തന്നെയാണ് അവരുടെ മരണത്തിന് വലിയ വാർത്താ പ്രാധാന്യം കൈവരുന്നത്. ഷുക്കൂർ, അതുപോലെ തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ട്, പലർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനും അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രസ്റ്റുമായി മോഹൻലാൽ മുന്നോട്ട് പോകാനും തീരുമാനിച്ചത്. തീർച്ചയായും മോഹൻലാൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 കോടി രൂപയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ വയനാട് പുനരധിവാസത്തിനായി ചെലവഴിച്ചത്. അത് അമ്മയുടെയും അച്ഛന്റെയും പേരിലുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ അമ്മയുടെയും അച്ഛന്റെയും പേര് നൽകുന്നത് തന്നെ മോഹൻലാലിനെ അത് എന്താണ് അതിന് ചെയ്യേണ്ടത്, അമ്മയുടെയും അച്ഛന്റെയും പേരും അതുപോലെ തന്നെ അവരുടെ അനുഭവവും ജീവിതവുമെല്ലാം ആ അർത്ഥത്തിൽ ഒരു സ്മരണയായി എപ്പോഴും നിലനിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മോഹൻലാൽ എപ്പോഴും ചിന്തിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷനും മലയാളി ശ്രദ്ധിക്കുന്ന ഒരു പേരായി മാറിയത്. അമ്മയുടെയും അച്ഛന്റെയും പേരുകൾ ചേർത്തുള്ള ആ ഫൗണ്ടേഷന്റെ പ്രവർത്തനം ഇടയ്ക്കിടെ മാധ്യമ ശ്രദ്ധയിൽ വരാറുണ്ട്. ആലുവ കേന്ദ്രീകരിച്ചുള്ള അതിന്റെ സജീവമായ പ്രവർത്തനമുണ്ട്. പൊതുസമൂഹത്തിൽ എപ്പോഴും എന്തെങ്കിലും ഇടപെടലുകൾ അത് നടത്തിക്കൊണ്ടേയിരിക്കും. സാമൂഹ്യമായി ദുർബലരാക്കപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനരധിവാസ ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ മോഹൻലാലിന്റെ ആ ഫൗണ്ടേഷൻ സമൂഹത്തിൽ ഇടപെടാറുണ്ട്. നിലവിൽ അമ്മയുടെ മരണം കേൾക്കുമ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേര് കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്.